പരിചയാൻ ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാൻ നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ചേരാം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ചേരാം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമാരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാൻ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക് നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. വീണ്ടും ഒരു പ്രഭാതത്തിൽ, ഒരു നല്ലൊരു ബുധനാഴ്ച പകലിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം ജീവിതത്തിൽ ഒരുക്കിയ വലിയ അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ദൈവം നമുക്ക് നല്ലവനും വല്ലഭനുമായിരുന്നു. എന്നാൽ ഒരു പ്രാവശ്യം കൂടെ മഹാരാജാവിൻ്റെ പാദപിടത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ആയുസ്സിൽ ഒരു ദിനം കൂടെ ഒരുക്കുന്നതിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ആയിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പസമയം ധ്യാനിപ്പാൻ 35-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ പലകയും പരിചയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. ഒന്നുകൂടെ ആ വേദാംശം വായിക്കുന്നു: നീ പലകയും പരിചയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. ദാവീദിൻ്റെ ആമേൻ ഒരു പ്രാർത്ഥനയാണ്, ഒരു ധ്യാനമാണ്, അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് എന്നൊക്കെ നമുക്ക് ഈ ഭാഗത്ത്, ഈ വാക്യത്തെ നമുക്ക് സംബോധന ചെയ്യാം. ആമേൻ, ദാവീദ് ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിൽ ആയിരിക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, അബീമേലെക്കിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ ആട്ടിക്കളഞ്ഞപ്പോൾ, അവിടെ നിന്ന് താൻ ഓടിപ്പോകുമ്പോൾ തൻ്റെ ഹൃദയത്തിനകത്ത് ഭയങ്കര വേദനകളും പ്രയാസങ്ങളെല്ലാം സംഭവിച്ചു. ആമേൻ. അത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നത് 34-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ വാക്യങ്ങളെല്ലാം ഉരുവിട്ട് താൻ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു ചിന്ത അനുഭവിപ്പാൻ കഴിഞ്ഞു. ഇങ്ങനെയാണത്: നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീതിമാന്മാരെ ഒരിക്കലും അനർത്ഥത്തിൽ തള്ളിയിടുവാൻ ശത്രുവിന് കഴിയില്ല എന്ന് ദാവീദിന് നല്ലവണ്ണം അറിയാം. കാരണം ദാവീദ് ഒത്തിരി പ്രയാസത്തിൽ കൂടെ കടന്നു വന്ന ഒരു മനുഷ്യനാണ്. ആമേൻ, ആമേൻ. ഒത്തിരി പ്രതിസന്ധി കൂടെ ദാവീദ് കടന്നു വന്നിട്ടുണ്ട്. തൻ്റെ ഉപജീവന വഴി തന്നെ, അല്ലെങ്കിൽ തൻ്റെ ജോലി തന്നെ ആട് മേയ്ക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം തന്നെ ഉയർത്തി, ആമേൻ, ആ രാജകസേര വരെ, ആമേൻ, അതുവരെ ദാവീദിനെ എത്തിച്ചു. പക്ഷേ അവിടെയെല്ലാം എത്തിച്ചപ്പോഴും തനിക്ക് ശത്രുക്കളുടെ എണ്ണം കുറയുകയല്ല ചെയ്യുന്നത്, ശത്രുക്കളുടെ എണ്ണം കൂടുകയായിരുന്നു. പക്ഷെ രക്ഷിക്കപ്പെടും മുമ്പേ തൻ്റെ ശത്രുക്കൾ എന്ന് പറയുന്നത് സിംഹം, കരടി തുടങ്ങിയ ആ മൃഗങ്ങളായിരുന്നു, ആ വനത്തിലെ മൃഗങ്ങൾ. അതിനെ നേരിട്ട് അവൻ അതിനെ പരാജയപ്പെടുത്തും.
കാട്ടിലെ മൃഗത്തോട് അവൻ ഭയങ്കര ശക്തിയോടെ അതിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. സിംഹത്തിൻ്റെ വായിൽ നിന്നും കരടിയുടെ വായിൽ നിന്നൊക്കെ ആടുകളെ രക്ഷിച്ചതൊക്കെ നമുക്കറിയാം. അപ്പോൾ തന്നെ ആ സിംഹത്തെയും കരടിയൊക്കെ രക്ഷിച്ച് അവരെയൊക്കെ ആമേൻ അടിച്ച് തകർത്ത് അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ രക്ഷിച്ച ഒരു ദാവീദിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ആമേൻ. ഇപ്പോൾ താൻ യേശുവിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം തൻ്റെ മേൽ ഒരാളത്വമായി വന്നപ്പോൾ കാട്ടിലെ മൃഗങ്ങളല്ല തനിക്ക് ശത്രു, നാട്ടിലെ മനുഷ്യരാണ്. ആമേൻ. ദൈവകുഞ്ഞെ, കാട്ടിലെ മൃഗങ്ങളെ എങ്ങനെയും നമുക്ക് നേരിട്ട് പരാജയപ്പെടുത്തി കീഴ്പ്പെടുത്താം. പക്ഷേ നാട്ടിലെ മനുഷ്യനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല, ദൈവത്തിനല്ലാതെ. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ് കേട്ടോ. ദാവീദ് വളരെ ശക്തിയുള്ളൊരു മനുഷ്യനാണ്. ആമേൻ. തൻ്റെ വനാന്തര ജീവിതം തന്നെ ഒരു വലിയൊരു സംഭവമാണ്. പക്ഷെ അവിടെ എല്ലാം ദാവീദിനെ മാനിച്ചൊരു ദൈവമുണ്ടായിരുന്നു. പക്ഷെ ദാവീദ് അവിടെ എല്ലാം ദൈവസന്നിധിയിൽ കർത്താവ് നീ അല്ലാതെ മറ്റാരുമില്ല എന്നൊക്കെ സമർപ്പിച്ചൊരു മനുഷ്യനാണ്. അവൻ്റെ ഹൃദയം കണ്ടാണ് ദാവീദിനെ കർത്താവ് അഭിഷേകം ചെയ്ത് പുറത്തെടുക്കുന്നത്. അപ്പോൾ ദാവീദ് എപ്പോഴാണോ അഭിഷേകം ചെയ്ത് പുറത്തേക്ക് വന്നത്, അപ്പോൾ വനാന്തരത്തിലെ മൃഗങ്ങൾ പിന്നെ തന്നെ ആക്രമിച്ചിട്ടില്ല. പക്ഷെ അതിനേക്കാൾ ഭയങ്കര ശക്തിയാണ് നാട്ടിലെ മനുഷ്യർ. ഇന്നും അങ്ങനെയല്ലേ? ആമേൻ. വനാന്തര ജീവിതത്തിലായിരുന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വനത്തിൽ കർത്താവായിരുന്നപ്പോൾ, യേശു കർത്താവ് വനാന്തരത്തിൽ ഉപവാസത്തിൻ്റെ നടുവിലായിരുന്നപ്പോൾ അവിടെ സാത്താനുമായിട്ട് മാത്രമേ മല്ലുപിടുത്തം ഉണ്ടായുള്ളൂ. സാത്താനെ പരാജയപ്പെടുത്തി, അവൻ വിട്ടുപോയി. പക്ഷേ വനാന്തരം കഴിഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ പിന്നെ യേശുവിന് ശത്രു മനുഷ്യനായിരുന്നു. സാത്താനെ പരാജയപ്പെടുത്താൻ കഴിയും, പക്ഷെ മനുഷ്യനെ പരാജയപ്പെടുത്താൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ആമേൻ. അപ്പോൾ കർത്താവ് മനുഷ്യൻ്റെ ആ പ്രവണതകളെല്ലാം കർത്താവ് അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ കൊടുത്തതും കൂടെ നിന്നതും അവസരം വന്നപ്പോൾ കളം മാറ്റി ചവിട്ടിയവരും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞിട്ടും ദാവീദ് തൻ്റെ ജീവിതത്തിലേക്ക് വന്നു. ആമേൻ. അവന് നല്ല കസേര കിട്ടി, നല്ല രാജവസ്ത്രം കിട്ടി, നല്ല പൊൻ ചെങ്കോൽ കിട്ടി, നല്ല തുരുത്തി കിട്ടി, എല്ലാം കിട്ടി. ഓക്കെ, അവൻ എവരിത്തിന് ഫൈൻ, അവൻ നന്നായി. പക്ഷേ അവൻ്റെ ശത്രുക്കൾ ഇപ്പോൾ വനത്തിലെ അല്ലെങ്കിൽ താൻ ആടുമേച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള സിംഹവും കരടിയും തുടങ്ങിയ മൃഗങ്ങളൊന്നും അല്ല ദാവീദിൻ്റെ ശത്രു. ഇപ്പോൾ ദാവീദിൻ്റെ ശത്രു മനുഷ്യരാ. ഗോലിയാത്ത് തുടങ്ങി, ശൗല് തുടങ്ങി, ഗോലിയാത്ത് തുടങ്ങി, ആമേ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോനാഥാൻ വരെ തന്നെ വിട്ടുമാറി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ചിന്തിക്കണമേ, ഒരു പായിൽ കിടന്നുറങ്ങി ഒരു പ്ലേറ്റിൽ ഊണ് കഴിച്ച യോനാഥാൻ വരെ ദാവീദിനെ വിട്ട് മാറിപ്പോയി. ഇന്ന് ആരോടൊക്കെയോ ദൈവാത്മാവ് ആലോചന പറയുന്നു. ആമേ ദൈവവൈതലെ, നിന്നെ സ്നേഹിച്ചവർ, നിന്റെ കൂടെ നടന്നവർ, ആമേ അന്ത്യത്തോളം ഉണ്ടാകുമെന്ന് പറഞ്ഞവർ, ആമേ പലരും അവസരം കിട്ടിയപ്പോൾ മാറിപ്പോയപ്പോൾ ഒരിക്കലും മാറിപ്പോകാത്ത ഒരു ദൈവം ഇന്ന് പകൽക്കാലമുണ്ട് കേട്ടോ. ആ ദൈവത്തെയാണ് രണ്ടാം വാക്യം പറഞ്ഞത്, നീ പലകയും പരിചയും പിടിച്ച്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു യുദ്ധത്തിനായിട്ട് കർത്താവിനെ തന്നെ ദാവീദ് വിളിക്കുകയാണ്. ദൈവമേ, എനിക്ക് യുദ്ധം ചെയ്യാൻ കഴിയില്ല, പക്ഷെ നീ പലകയും പരിചയും പിടിച്ച് എനിക്ക് സഹായത്തിനായി എന്ത് ചെയ്യണം? എഴുന്നേൽക്കണമേ. അതൊരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് രണ്ടാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ, അപ്പോൾ ഈ രണ്ടാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, രണ്ടാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാൻ കാണാൻ കഴിയുന്നത്, കൊണ്ട് നീ അവരെന്ത് ചെയ്യണം? തകർക്കണം, കുശോമൻ്റെ പാത്രം പോലെ ഉടച്ചു കളയണം. അങ്ങനെയെങ്കിൽ ഈ 35-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ, ദൈവകുഞ്ഞെ, ഈ സങ്കീർത്തന ഭാഗത്തിനകത്ത് ദൈവത്തിൻ്റെ അഭിഷക്തനായിരിക്കുന്ന ആമേൻ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, നീ എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. ആമേൻ. അപ്പോൾ ആ സങ്കീർത്തനം നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ 91-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ പറയുന്നു, തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. കണ്ടോ, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയും പലകയുമാകുന്നു. അവിടെ ഇവിടെ പറയുന്നത്, നീ പലകയും പരിചയം പിടിച്ചെന്നെ എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, ആമേൻ ആമേൻ, അവൻ്റെ വിശ്വസ്തത നിനക്ക് പലകയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നോയിക്കേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദാവീദിനറിയാം, എന്നെ സഹായിപ്പാൻ ഈ ഭൂമിയിൽ മറ്റാരുമില്ല. എൻ്റെ കൂടെ ഞാൻ വിശ്വസിച്ചവരെല്ലാവരും, യോനാഥാൻ വരെ എന്നെ വിട്ടുമാറി.
എല്ലാവരും ആമേൻ അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവർ മാറിയപ്പോൾ, കർത്താവെ നീ ഇന്ന് പകൽ എന്നെ സഹായിപ്പാനായി ഇറങ്ങി വരണമേ, കർത്താവെ നീ ഇന്ന് പകൽ എനിക്ക് വേണ്ടി ആമേൻ നീ എഴുന്നേൽക്കണമേ എന്നൊക്കെ ദാവീദ് അവിടെ വിളിച്ചു പറയുകയാണ്. ദൈവകുഞ്ഞെ, നിനക്ക് സഹായത്തിനായി എഴുന്നേൽക്കാൻ, നിന്റെ ആവശ്യങ്ങളെ അറിഞ്ഞ് നിന്നോട് കൂടി നിന്നോട് സംസാരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അതാണ് 5-ാമത്തെ സങ്കീർത്തനം നമ്മൾ പഠിക്കുമ്പോൾ, 5-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ ദാവീദ് പിന്നെയും പറയുന്നു, ആമേൻ സ്തോത്രം. 5-ാം സങ്കീർത്തനം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, യഹോവേ നീ നീതിമാനെ അനുഗ്രഹിക്കും, പരിച കൊണ്ടെന്ന പോലെ നീ ദയ കൊണ്ട് അവനെ മറയ്ക്കും. ആമേൻ. പരിച കൊണ്ടെന്ന പോലെ ദയ കൊണ്ട് നീ അവനെ മറയ്ക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. നീ പലകയും പരിചയം പിടിച്ച് എനിക്ക് സഹായത്തിനായി എഴുന്നേൽക്കണമേ. ആമേൻ. ദൈവകുഞ്ഞെ, വചനത്തിനു മുമ്പിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ദൈവം ഇന്ന് പകൽക്കാലം ജനത്തെ അനുഗ്രഹിക്കണം, അവരുടെ വാഹനങ്ങളെ ശുശ്രൂഷകളെ മാനിക്കണം, അത്ഭുതം ചെയ്യണം, സഹായത്തിന് അങ്ങ് എഴുന്നേൽക്കണമേ. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.